DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഒരു സെല്ലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലേ? പ്രോട്ടീൻ ഉണ്ട്, DNA ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് DNA തന്നെയാണ് ഈ ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് സയൻറ്റിസ്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചത്. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 1928 ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ആളെടുത്തു. ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് 2 ടൈപ്സ് ഓഫ് സ്ട്രെയിൻ കാണാൻ പറ്റും, എസ് സ്ട്രെയിൻ ആൻഡ് ആർ സ്ട്രെയിൻ. ഒരു കൾച്ചർ മീഡിയത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബാക്ടീരിയയുടെ കോളനീസ് സ്മൂത്ത് ആൻഡ് ഷൈനി സർഫസ് ആണ് ഫോം ചെയ്യണമെങ്കിൽ നമ്മളതിനെ എസ് സ്ട്രെയിൻ എന്നും, റഫ് സർഫസ് ആണ് ഫോം ചെയ്യണമെങ്കിൽ അതിന് ആർ സ്ട്രെയിൻ റഫ് എന്നും നമ്മൾ വിളിക്കും. സ്മൂത്ത് കോളനീസ് ആണെന്നുണ്ടെങ്കിൽ എസ് സ്ട്രെയിനും, റഫ് കോളനീസ് ആണെന്നുണ്ടെങ്കിൽ ആർ സ്ട്രെയിനും എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ 2 സ്ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ആൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞില്ലേ, അത് വിറുലൻ്റ് ആണ്, അതിന് അസുഖം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ആർ സ്ട്രെയിൻ ഉണ്ടല്ലോ, അവർ ഭയങ്കര പാവങ്ങളാണ്, ഒരു ഹാംലെസ്സാണ്, ഒരു അസുഖം ഉണ്ടാക്കില്ലേ. അപ്പോൾ ആരുടെങ്കിലും ബോഡിയിൽ കയറിയാലും അവരൊന്നും ചെയ്യാതെ അവിടെ മിണ്ടാതെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ എസ് സ്ട്രെയിൻ എടുത്തിട്ട് ഒരു മൗസിലോട്ട് കുത്തിവെച്ചു. അപ്പോൾ ഈ എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വില്ലന്മാരല്ലേ, അവർക്ക് പാത്തോജനിസിറ്റി ഉണ്ട്, വിറുലൻ്റാണ്, അസുഖം ഉണ്ടാക്കാൻ പറ്റും. അവർ ആ മൗസിനെ കൊന്നു കളഞ്ഞു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആർ സ്ട്രെയിൻ എടുത്തു. ആർ സ്ട്രെയിൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പാവങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ മൗസ് സർവൈവ് ചെയ്തു. മൂന്നാമതായിട്ട് ആൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ എടുത്തു. അപ്പോൾ ഈ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റഡ് ആവും. അപ്പോൾ ഇവർക്കങ്ങനെ വിറുലൻ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ഇതെങ്ങനെ എസ് സ്ട്രെയിൻ വിറുലൻ്റ് ആയിട്ടിരിക്കണേ അറിയോ? ഈ എസ് സ്ട്രെയിനിൻ്റെ പുറമേ അവർക്കൊരു പോളിസാക്രൈഡ് ലെയർ ഉണ്ട്, ഒരു ക്യാപ്സിഡ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. നമ്മുടെ ബോഡിയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് ഇത് നശിപ്പിക്കാൻ പറ്റില്ല. ഈ എൻസൈംസ് റിലീസ്, അതായത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസ് ഇതിനെ ഫാഗോസൈറ്റ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായ? അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർ സ്ട്രെയിനിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ലെയർ ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സെൽസ്, നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് സിമ്പിളായിട്ട് ഫാഗോസൈറ്റോസിസ് വഴി അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീറ്റ് കിൽ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടില്ലേ? പ്രോട്ടീൻസ് വെച്ചിട്ടല്ലേ ആ ഒരു ലെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹീറ്റ് കിൽ ചെയ്യുമ്പോൾ പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റ് ആവുന്നത് കൊണ്ട് അവരുടെ എന്ത് നഷ്ടപ്പെടും? വിറുലൻസി നഷ്ടപ്പെടും. ഓക്കെ, അത് നോൺ വിറുലൻ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ എസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഹാഫ് കിൽഡ് അല്ലെങ്കിൽ കിൽഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, കിൽഡായിട്ടാണ് ഈ മൗസിലോട്ട് കുത്തിവെക്കുന്നത്. സോ മൗസ് സർവൈവ് ചെയ്യും. ഈ നാലാമതായിട്ട് ആൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനും ഹീറ്റ് കിൽഡായിട്ടുള്ള എസ് സ്ട്രെയിനും കൂടി മിക്സ് ചെയ്തിട്ട് ആൾ മൗസിലോട്ട് കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്തായിരുന്നു? ശരിക്കും മൗസ് ചത്തുപോകും എന്നല്ല ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, മൗസ് സർവൈവ് ചെയ്യും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ്, അതായത് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ കുത്തിവെച്ചപ്പോഴും ആർ സ്ട്രെയിൻ കുത്തിവെച്ചപ്പോഴും മൗസ് സർവൈവ് ചെയ്തു. പക്ഷേ ഈ കേസിൽ എന്ത് സംഭവിച്ചു? മൗസ് ചത്തുപോയി. ഓക്കെ, അപ്പോൾ ഈ എസ് സ്ട്രെയിനിൽ നിന്ന് എന്തോ ഹീറ്റ് കിൽഡ് ആണെങ്കിലും എന്തോ ഒരു സാധനം ഈ ആർ സ്ട്രെയിനെ വിറുലൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. സംതിങ് ഈസ് ദർ ഫ്രം എസ് സ്ട്രെയിൻ ദാറ്റ് ഈസ് ട്രാൻസ്ഫോമിങ് ആർ സ്ട്രെയിൻ ടു വിറുലൻ്റ്. ഓക്കെ, എന്നാൾ കണ്ടുപിടിച്ചു. ഇതിനെ നമ്മൾ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. അതായത് എസ് സ്ട്രെയിനിലുള്ള എന്തോ ഒരു സാധനം ഈ ആർ സ്ട്രെയിൻ, പാവമായിരുന്ന ആർ സ്ട്രെയിനിനെ വില്ലനാക്കി മാറ്റുന്നുണ്ട്. ആ എന്തോ ഒരു സാധനമാണ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചത്. ഇപ്പോഴും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ 1944 അടുത്ത സയൻറ്റിസ്റ്റ് ഏവറീസ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ്, ഏവറി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ എടുത്തിട്ട് അതിലോട്ട് ഓരോ പ്രാവശ്യം ഓരോ സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് അപ്പ് എന്ത് ആഡ് ചെയ്തു? പ്രോട്ടീസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ പ്രോട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുത്തെ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ഡിഗ്രേഡ് ആയിപ്പോവും. എന്നിട്ട് ഇതിനെ ആർ സ്ട്രെയിനായിട്ട് മിക്സ് ചെയ്തിട്ട് മൗസിലോട്ട് ഇഞ്ചെക്ട് ചെയ്തു. പക്ഷേ റിസൾട്ട് എന്തായിരുന്നു? മൗസ് ചത്തുപോയി. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ അല്ല ട്രാൻസ്ഫോം ആവുന്നതെന്ന് മനസ്സിലായി. അടുത്തതാൾ RNAനെ ഡിഗ്രേഡ് ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴും മൗസ് ചത്തുപോയി. ഓക്കെ, അപ്പോൾ RNA അല്ല, ആൾ ലിപ്പിഡിനെയും ഡിഗ്രേഡ് ചെയ്ത് നോക്കി.
അപ്പോഴും ഒരു രക്ഷയില്ല, മൗസ് ചത്തുപോണു. ലാസ്റ്റ് ആൾ എന്ത് ചെയ്തു? ഡി എൻ എസ് ഇട്ട് കൊടുത്തു. ഡി എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എനെ ഡീഗ്രേഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡി എൻ എനെ ഡീഗ്രേഡ് ചെയ്തപ്പോൾ മൗസ് സർവൈവ് ചെയ്തു. അപ്പോൾ ആൾക്ക് മനസ്സിലായി ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡി എൻ എ ആണ്. ഈ നമ്മൾ ഹിറ്റ് കിൽ ചെയ്യുമ്പോൾ ഡി എൻ എ നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഈ ആർ സ്ട്രെയിനുള്ള ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? അവരുടെ സെൽസ് ഈ എസ് സ്ട്രെയിനിൻ്റെ ഡി എൻ എനെ അവർ ഉള്ളിലോട്ടെടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഈ ആർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായി മാറി? എസ് സ്ട്രെയിൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് 1944 ഏവറി കണ്ടുപിടിച്ചു. ഇതിനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആൾ കുറച്ച് ടെക്നിക്സ് കൂടി യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്ത അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഇത് സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ ഡി എൻ എ ഉള്ളൊരു സംഭവം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഏറ്റവും അടിയിലല്ലേ നമുക്ക് കാണാൻ പറ്റുക, എൻ്റെ സെഡിമെൻറ്റിലല്ലേ ഡി എൻ എ വന്ന് അടിഞ്ഞുകൂടാ അല്ലേ? കാരണം എന്താ? ഡി എൻ എ ഒരു വെയിറ്റ് ഉള്ള സംഭവം. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ഫോമിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞതും ഈ സെഡിമെൻറ്റിലാണ് നമുക്ക് കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ പെല്ലറ്റിലാണ് നമുക്ക് കാണാൻ പറ്റിയത് അല്ലേ? അപ്പോൾ ഡി എൻ എയുടെ ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ് ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇലക്ട്രോഫോറസിസിലിട്ട് നോക്കി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫോറസിസിലിട്ട് നോക്കിയപ്പോൾ ഇത് കുറച്ച് ഡി എൻ എ മൂവ് ചെയ്തു. അതും പോസിറ്റീവ് ചാർജിലോട്ടാണ് ഇത് മൂവ് ചെയ്തത്. ഡി എൻ എയും അതുപോലെ തന്നെയല്ലേ ചെയ്യുക? ഡി എൻ എ മൂവ് ചെയ്യും. ഡി എൻ എക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവ് എൻഡിലോട്ടായിരിക്കും ഇലക്ട്രോഫോറസിസിൽ ആൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡി എൻ എ ആയിട്ടിത് ഒരു സിമിലാരിറ്റി ഉണ്ട്. നെക്സ്റ്റ് യു വി അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നോക്കി. അപ്പോൾ ഈ പ്രോട്ടീൻസ് ആണെങ്കിൽ 280 നാനോമീറ്ററിലാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുക. പക്ഷേ ഡി എൻ എ ആർ എൻ എ എന്നൊക്കെ പറയുന്നത് 260 നാനോമീറ്ററിലാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 260 നാനോമീറ്ററിലാണ് ലൈറ്റ് അബ്സോർബ് ചെയ്തത്. അടുത്തതായിട്ട് എലമെൻ്റൽ അനാലിസിസ് നോക്കി. ഇപ്പോൾ പ്രോട്ടീൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൾഫർ കാണാൻ പറ്റും, സിസ്റ്റീൻ, പിന്നെ മെത്തിയോണിൻ എന്നൊക്കെ പറയുന്ന അമിനോ ആസിഡ്സിൽ സൾഫർ പ്രസൻ്റ് ആണ്. പക്ഷേ ഡി എൻ എയിൽ എവിടെയെങ്കിലും നമുക്ക് സൾഫർ കാണാൻ പറ്റുമോ? ഇല്ല. ഡി എൻ എയിലുള്ളത് ഏതാ? ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്. അപ്പോൾ ഈ അനാലിസിസ് ചെയ്ത് നോക്കിയപ്പോഴും സാമ്പിൾ കണ്ടെയ്ൻസ് ഫോസ്ഫറസ് ബട്ട് നോ സൾഫർ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഡി എൻ എ തന്നെയാണ് ഇവിടുത്തെ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്തു. ഇനി 1952 ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. അടുത്ത രണ്ട് സയൻറ്റിസ്റ്റ് വന്നിട്ട് വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്തു നോക്കി. ഇതാണ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ബാക്ടീരിയോഫേജസ്. അപ്പോൾ ഈ ബാക്ടീരിയോഫേജസിന് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡി എൻ എ, ഓക്കെ, ഈ ഡി എൻ എക്ക് ഒരു റേഡിയോ ആക്ടിവിറ്റി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിക്കാണ് ചെയ്തത്. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. ഒരു സെറ്റിൽ ബാക്ടീരിയോഫേജിന് ഫോസ്ഫറസ് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഫോസ്ഫറസ് ആണ് കൊടുത്തത്. P32 കൊടുത്തു. ഓക്കെ, ഇതെങ്ങനെയാണ് കൊടുക്കുക? അതായത് ഫോസ്ഫറസ് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ളതിനെ ബാക്ടീരിയോഫേജിനെ വളർത്തി. അപ്പോൾ ഈ ഫോസ്ഫറസ് P32 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് എവിടെയാണ് നമുക്ക് കാണുന്നത്? ഡി എൻ എയിലാണ്. ഇത് ചെന്ന് ബൈൻഡ് ചെയ്യുക അവരുടെ ഡി എൻ എയിലായിരിക്കും. പക്ഷേ അടുത്ത സെറ്റിൽ, ഓക്കെ, ഇപ്പോൾ ഇത് എയും ഇത് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എ ഗ്രൂപ്പും ഇത് ബി ഗ്രൂപ്പും. ഓക്കെ, ഇത് ബി ഗ്രൂപ്പും. അപ്പോൾ ബി ഗ്രൂപ്പിൽ എന്താ കൊടുത്തത്? റേഡിയോ ആക്റ്റീവ് സൾഫറാണ് കൊടുത്തത്, S35 ആണ് കൊടുത്തത്. അപ്പോൾ ഈ സൾഫർ എന്ന് പറയുന്നത് ചെന്ന് ബൈൻഡ് ചെയ്യുക അവരുടെ പ്രോട്ടീൻസിലായിരിക്കും. അപ്പോൾ ഇവിടെ ഫോസ്ഫറസ് P32, ഇവിടെ S35 ആണ് കൊടുത്തത്. ഇത് ചെന്ന് ബൈൻഡ് ചെയ്യുക അവരുടെ ഡി എൻ എയിലായിരിക്കും. കാരണം ഫോസ്ഫറസ് നമുക്ക് എവിടെ കാണുന്നത്? ഡി എൻ എയിലായിരിക്കും. ഇത് ചെന്ന് ബൈൻഡ് ചെയ്യുക അവരുടെ പ്രോട്ടീൻസിലായിരിക്കും, സൾഫർ. എന്നിട്ട് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അല്ല, ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്തു? ബാക്ടീരിയോഫേജിനെ ഒരു ബാക്ടീരിയ ആക്കിയിട്ട് ബാക്ടീരിയയിലോട്ട് ഇൻഫെക്റ്റ് ചെയ്തു. അപ്പോൾ P32 റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ബാക്ടീരിയോഫേജിനെ
ഒരു ബാക്ടീരിയയിലോട്ട് ഇൻഫെക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DNA മാത്രമായിരിക്കും ആ ഒരു ബാക്ടീരിയയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടെയിൽസ് വെച്ചിട്ട് ഒരു ബാക്ടീരിയനെ, ഇപ്പോൾ ഇതാണ് ഒരു ബാക്ടീരിയ എങ്കിൽ ഈ ബാക്ടീരിയനെ ചെന്നിട്ട് ഇവർ ഈ ടെയിൽസ് വെച്ചിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഈ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് മാത്രമായിരിക്കും അതിൻ്റെ ഉള്ളിലോട്ട് അവർ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്ഫറസ് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ളത് കൊടുത്തപ്പോൾ ഈ ബാക്ടീരിയയുടെ അകത്തോട്ട് DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ഈ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഫോസ്ഫറസും ഈ ബാക്ടീരിയയുടെ അകത്തോട്ട് എത്തി അല്ലേ. എന്നിട്ട് ഇതിന് ഇവരെന്ത് ചെയ്തു? സെൻട്രിഫ്യൂജ് ചെയ്തു. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ ഇതിൻ്റെ പെല്ലറ്റിലാണ് നമുക്ക് ഈ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റിയത്. കാരണം എന്താ, DNAയിലാണ് ചെന്ന് ബൈൻഡ് ചെയ്തത്. പക്ഷേ ഈ സൾഫർ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് കൊടുത്തപ്പോൾ നമുക്ക് സൂപ്പർനേറ്റൻറ്റിലാണ് നമുക്ക് കാണാൻ പറ്റിയത്. കാരണം എന്താ, പ്രോട്ടീൻസ് ഇപ്പോൾ ഇത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും വെയിറ്റ് ഉള്ളതായിരിക്കും ഏറ്റവും താഴെ ചെന്ന് അടിയുന്നത്, വെയിറ്റ് ഇല്ലാത്തത് മുകളിൽ കാണും. അപ്പോൾ DNA ഏറ്റവും താഴെ ചെന്ന് അടിഞ്ഞു, പ്രോട്ടീൻ മുകളിൽ വന്ന് നിന്നു. മുകളിലെന്ന് പറയുമ്പോൾ എന്താ, ഒരു സൂപ്പർനേറ്റൻറ്റിലാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതും എവിടെയാണ് കണ്ടേ? ബാക്ടീരിയയിലല്ല, ബാക്ടീരിയയുടെ മുകളിലുള്ള ഈ ഫേജ് ഉണ്ടല്ലോ, ആ ഫേജിനകത്ത് അത് നിന്നു. അതായത് ബാക്ടീരിയയിലോട്ട് എൻറ്റർ ചെയ്തില്ല. മനസ്സിലായോ? അതായത് ബാക്ടീരിയയിലോട്ട് പ്രോട്ടീനിലല്ലേ ഈ സൾഫർ ചെന്ന് ബൈൻഡ് ചെയ്തത്. അപ്പോൾ ഒരു ബാക്ടീരിയോഫേജ് വന്നിട്ട് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ DNA മാത്രമാണ് ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ബോഡി ഇൻസേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സൾഫർ ബൈൻഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇവരിലോട്ട് ഇൻസേർട്ട് ആയോ? ഇല്ല. അപ്പോൾ ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൽ റേഡിയോ ലേബിൾ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്നും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇത്രയാണ് ഓവറോൾ പറഞ്ഞത്. 1928 ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്, അതായത് മൗസിനെ സ്ട്രെയിനും സ്ട്രെയിനും വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്തു. ഇതിൽ ആർ സ്ട്രെയിന് എന്താ എസ് സ്ട്രെയിനായിട്ട് മാറി. അപ്പോൾ എസ് സ്ട്രെയിനിലുള്ള എന്തോ ഒന്ന് ആർ സ്ട്രെയിനിലോട്ട് പോയിട്ട് അതിനെ വിറുലൻ്റാക്കി മാറ്റി. അപ്പോൾ ഒരു ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി എവറി എക്സ്പെരിമെൻറ്റ് ഓരോന്നിനെ ഡീഗ്രേഡ് ചെയ്ത് നോക്കിയിട്ട് എന്തില്ലാത്തപ്പോഴാണ് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാത്തത് എന്ന് നോക്കി. അങ്ങനെ DNA ആണ് ട്രാൻസ്ഫോമിങ് മെറ്റീരിയൽ എന്ന്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ് വഴി അതൊന്നും കൂടെ ആൾ കൺഫേം ചെയ്തു. P32 S35 വെച്ചിട്ട് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയും DNA കൊടുത്തിട്ട് DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയാണ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കൺഫേം ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ്.